നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനം. ബ്രെയിൻ ട്യൂമർ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം യൂണിറ്റ് ചീഫും പ്രൊഫസറുമായ ഡോക്ടർ ബിജു ഭദ്രനാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ? ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അത് മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന ഒരു അർബുദമാണ്. അത് എല്ലാം തന്നെ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെല്ലാം തന്നെ ക്യാൻസർ രൂപത്തിലുള്ളതല്ല. അത് കംപ്ലീറ്റായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്നതുകൊണ്ട് അതല്ലാതെ മറ്റു മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ്, അതായത് റേഡിയേഷൻ, കീമോ അങ്ങനെയുള്ള മറ്റു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ട്യൂമേഴ്സും ഉണ്ട്. ഈ പ്രാവശ്യത്തെ ബ്രെയിൻ ട്യൂമർ ഡേ, അതായത് ജൂൺ 8-നാണ് ബ്രെയിൻ ട്യൂമർ ഡേ ആഘോഷിക്കുന്നത്. അത് തുടങ്ങിയത് 24 വർഷം മുമ്പ് ജർമ്മനിയിലാണ്. ജർമ്മൻ ബ്രെയിൻ ട്യൂമർ അസോസിയേഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മുടെ അവയർനെസ് കൂട്ടാനും ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ബ്രെയിൻ ട്യൂമർ ഡേയുടെ സന്ദേശം. ഡോക്ടർ, ശരീരം കാണിക്കുന്ന ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രെയിൻ ട്യൂമറിനെ സംബന്ധിച്ചിടത്തോളം? നല്ല ചോദ്യം. കാരണം നമുക്കെല്ലാം ഉള്ള ഒരു കോമൺ പേടിയാണ് തലവേദന. ഇത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണോ എന്നുള്ളത്. നമുക്കറിയാം, തലവേദനകൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. ഒരു കോമൺ തലവേദനയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ടെൻഷൻ ഹെഡേക്കാണ്. പിന്നെ മൈഗ്രെയിൻ, ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞുള്ള തലവേദന ഉണ്ടാകാം. ഈ തലവേദനകളിൽ ബ്രെയിൻ ട്യൂമർ കാരണമായിട്ടുണ്ടാകുന്ന തലവേദനകൾ വളരെ കുറവാണ്. പക്ഷേ ബ്രെയിൻ ട്യൂമറുകളിൽ ഒരു 50 തൊട്ട് 60% വരെ രോഗികളിൽ തലവേദന ഉണ്ടാകാം. പിന്നെ ഒരു കോമൺ സിംറ്റം എന്ന് പറയുന്നത് അപസ്മാരമാണ്. ബ്രെയിൻ ട്യൂമർ വന്നിട്ട് പല രീതിയിലുള്ള അപസ്മാരം, ഒരു ഭാഗത്ത് മാത്രമോ അല്ലെങ്കിൽ മുഖത്ത് മാത്രമോ അല്ലെങ്കിൽ കൈകാലുകൾ മാത്രമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ജനറലൈസ്ഡ് അപസ്മാരം, പിന്നെ ഒരു സൈഡ് തളർച്ച, അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള സിംറ്റംസാണ് ബ്രെയിൻ ട്യൂമർ സാധാരണ കാണിക്കുന്നത്. പിന്നെ ഇതല്ലാതെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ട്യൂമറുകളുണ്ട്, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് നിന്നുണ്ടാകുന്ന ട്യൂമറുകൾ. അപ്പോൾ അത് ഹോർമോണിൻ്റെ ചില രീതികളായിരിക്കും കാണിക്കുന്നത്. അതായത് ശരീരത്തിന് വണ്ണം കൂടുകയോ, പിന്നെ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിൽ ചില രീതിയിൽ, അതുപോലെ അക്രോമെഗാലി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ചില കൈകൾക്ക് വലിപ്പം കൂടുക, മുഖത്തിൻ്റെ താടിക്ക് വലിപ്പം കൂടുക, കണ്ണിന് മുകളിൽ വലിപ്പം കൂടുതൽ പ്രോമിനൻ്റായിട്ട് വരിക, ഇങ്ങനെയുള്ള രീതികൾ. ഡോക്ടർ, അതുപോലെ തന്നെ ട്യൂമർ പലതരമുണ്ട്. ഇവയെ എങ്ങനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ വേണ്ടി സാധിക്കും? അതെ, ട്യൂമർ പലതരമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു. അത് വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് ഇമേജിങ് തന്നെ വേണം. അതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പടത്തിൽ നിങ്ങൾക്ക് കാണാം. ആദ്യം കാണിക്കുന്നത് സൈഡിൽ കാണിക്കുന്ന ഒരു CT സ്കാനാണ്. അതിനകത്ത് ട്യൂമർ കാണാം. കൂടുതൽ തെളിവോടെ കാണാൻ വേണ്ടി നമ്മൾ MRI സ്കാൻ എടുക്കുന്നു. അതിനുശേഷം നമ്മളത് പ്ലാൻ ചെയ്യുന്നു. ബയോപ്സി എടുക്കേണ്ടതാണെങ്കിൽ ബയോപ്സി എടുക്കുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. ഇത് ഈ കാണുന്ന പടം, ഇടയ്ക്ക് കണ്ട പടം എന്ന് പറയുന്നത് നാവിഗേഷൻ സിസ്റ്റമാണ്. അത് വെച്ചിട്ട് ട്യൂമർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും, എവിടെയാണ് നമ്മൾ എടുക്കുന്നതൊക്കെ അറിയാനുള്ളൊരു ഉപകരണമാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന കണക്കല്ല, കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് വളരെയധികം വികസിച്ചിട്ടുണ്ട്. ട്യൂമർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ഡയഗ്നോസിസിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും. ഡോക്ടർ, അതുപോലെ തന്നെ തലയിൽ പലതരത്തിലുള്ള മുഴകൾ കാണാറുണ്ട്. ഇതിൽ ഏറ്റവും അപകടകരമെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും? അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടിയാണ്, ക്യാൻസർ ആകാൻ സാധ്യതയുള്ളത് ഏത് മുഴകളാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ മുഴകളെ തിരിച്ചറിയാൻ നമ്മൾ ശരിക്കും ഇമേജിങ് വേണം. ആ ഇമേജിങ്ങിൽ MRI, മാഗ്നറ്റിക് റെസൊണൻസ് സ്കാൻ എന്ന് പറയുന്ന ഇമേജിംഗ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് തന്നെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന് കുത്തിവെച്ചിട്ടുള്ള സ്കാൻ കുറച്ചും കൂടെ മിഴിവോടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്ന്, അതിൻ്റെ തന്നെ ഈ സ്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന ഫങ്ഷൻസ് കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട ഭാഗം ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്പെയർ ചെയ്യാവുന്ന ഏതാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞൊരു ഇമേജിങ് രീതിയുണ്ട്.
അപ്പോൾ ഈ രീതിയിൽ ഇമേജിങ് എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ട്യൂമേഴ്സിന് നമുക്ക് ഉറപ്പാണ് ഇത് അങ്ങനെ ക്യാൻസർ രൂപത്തിലുള്ള അല്ല. അപ്പോൾ അതിന് റേഡിയേഷൻ, ഫോക്കസ്ഡ് റേഡിയേഷൻ, അതായത് അവിടെ മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന ഒരു റേഡിയേഷൻ രീതിയുണ്ട്. സ്റ്റീരിയോടാക്റ്റിക് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അത് നമുക്കിവിടെയും അവൈലബിൾ ആണ്, RCCയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാങ്കേതിക രീതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഓപ്പറേഷൻ വേണമെന്നില്ല. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, പ്രഭാകരൻ, നെയ്യാറ്റിൻകരയിൽ നിന്ന്. പ്രഭാകരൻ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാർ. യെസ്, പറഞ്ഞോളൂ. സാറേ, എന്റെ മകൻ 38 വയസ്സുണ്ടായി. ഓക്കെ. അത് അയാള് ഇടയ്ക്ക് ഫിറ്റ് വന്ന് വീണ്, അപ്പോ CT സ്കാൻ എടുത്തപ്പോ തലയില് ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ MRI എടുക്കണമെന്ന് പറയും. MRI പട്ടം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് MRI എടുത്തു. MRI എടുത്തിട്ട് അപ്പോ അവിടുത്തെ ഡോക്ടർ സജസ്റ്റ് തോമസ് ഐപ്പ് സാറായിരുന്നു. തോമസ് ഐപ്പ് സാറ് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറയും. ഓപ്പറേഷൻ നടത്തി. അവിടെ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം പിന്നെ അത് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു. റിമൂവ് ചെയ്തതിന് ശേഷം അതിന്റെ ഇത് പിന്നെ RCCയിലായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 3rd സ്റ്റേജ് ആണെന്ന് പറഞ്ഞു സാർ. അതെ, 3rd സ്റ്റേജ് ആണെന്ന് പറഞ്ഞു സാർ. ഇപ്പൊ അവിടെ അവിടെ ചികിത്സയിലാണ്. ചികിത്സയില് ഇപ്പൊ 13-ാം തീയതി തൊട്ട് നമുക്ക് റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഇത് ഭേദമാവില്ലേ സാറേ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം വളരെയധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണത്. ഗ്രേഡ് 3 എന്ന് പറയുന്ന കുറച്ചുകൂടെ പിന്നെ അഗ്രസീവായിട്ടുള്ള ഒരു ക്യാൻസറാണ്. യൂഷ്വലി നമ്മൾ ഗ്ലയോമ എന്ന് പറയുന്ന ക്യാൻസറിലാണ് ഇത് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന മാക്സിമം ട്യൂമർ എടുത്തിട്ട് ശേഷം ഉള്ള ഈ ട്യൂമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ബ്രെയിനിന് ഇടയ്ക്കോട്ട് കയറി പോകുന്ന ടൈപ്പ് ഒരു ട്യൂമറാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ആരോഗ്യാവസ്ഥയും ചിലപ്പോൾ ജീവനെയും അപകടത്തിലാക്കാം. അപ്പോൾ അതുകൊണ്ട് എടുക്കാം മാക്സിമം സേഫ് മാക്സിമൽ റിസെക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ മാക്സിമം റിസെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം നമ്മൾ റേഡിയേഷനും കീമോതെറാപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കീമോതെറാപ്പിയിലും റേഡിയേഷനിലും ഒക്കെ ധാരാളം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ല പുരോഗതിക്കായിട്ട് പ്രതീക്ഷയുണ്ട്. ഡോക്ടർ പ്രഭാകരന് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ട്യൂമർ ഏത് ഘട്ടത്തിൽ കണ്ടെത്തിയാൽ ഫലപ്രദമായ ചികിത്സ നൽകാനാകും? ഓക്കെ, അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സന്ദേശം. പലർക്കും ഒരു രീതിയുണ്ട്. അതായത് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണിച്ച് മരുന്ന് വാങ്ങിച്ച് കഴിക്കും. ആദ്യം കാണിക്കുന്ന ഡോക്ടർ ചിലപ്പോൾ പിന്നെ കാണത്തില്ല. അപ്പോൾ എവിടെ പോയാലും ആദ്യം കാണുന്നതാണെങ്കിൽ അവർ ആദ്യം ഒരു കൺസർവേറ്റീവ് ഒരു മെഡിസിൻ നോക്കുക ആണ് ചെയ്യുന്നത്. പിന്നീട് ഈ തലവേദന കൂടുകയാണ്, നമുക്കൊരു വശത്ത് വീക്ക്നെസ് തുടങ്ങുകയാണ്. ഈ തലവേദന തന്നെ നമുക്ക് ഏർലി മോർണിംഗ് കൂടുതലാണ്, രാവിലെ കൂടുന്നു, ഛർദിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മുക്കുകയോ സ്ട്രെയിൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ തലവേദന കൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള തലവേദനയൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ഇമേജിങ് എടുത്ത് നോക്കണം. കോമൺ ആയിട്ട് ചെയ്യുന്നത് CT സ്കാനാണ്, ചിലർ MRI സ്കാനും എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ MRI സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് കോൺട്രാസ്റ്റ് കൊടുക്കേണ്ടതാണോ ഇല്ലയോ. അപ്പോൾ അത് വെച്ചിട്ട് കോൺട്രാസ്റ്റ് ചിലപ്പോൾ കൊടുക്കും. മറ്റുള്ള MRS എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്, അത് ഈ ട്യൂമറാണോ അതോ വേറെ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ അറിയാനുള്ളതാണ്. അപ്പോൾ ഇമേജിംഗ് ആണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. അതൊരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഫിസിഷ്യനെയോ ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് ഡോക്ടർ പരിശോധിച്ച ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഈ ഇമേജിംഗ് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ, ട്യൂമർ വന്നു കഴിഞ്ഞ ശേഷം ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ? അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചില ട്യൂമറുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ ട്യൂമറും ബ്രെയിനിൽ നിന്ന് തന്നെ വരുന്നതല്ല. ചിലത് ബ്രെയിനിൻ്റെ പുറത്തുള്ള ആവരണത്തിൽ നിന്ന് വരുന്നതായിരിക്കും. മെൻഷ്യോമ എന്ന് പറയുന്നത് അതിൻ്റെ ആവരണത്തിൽ നിന്ന് വരുന്നതാണ്. ക്ലയോമ എന്ന് പറഞ്ഞാൽ ബ്രെയിനകത്ത് നിന്ന് വരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്യൂമറുകൾ മറ്റുള്ള ഭാഗത്തു നിന്ന് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്, മെറ്റസ്റ്റേസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റും പിന്നെ ബ്രെയിനിലുള്ള അതിൻ്റെ ഭാഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെയാണ്. അപ്പോൾ ഈ ബിനൈൻ ട്യൂമേഴ്സ്, അതായത് ഇത് അഗ്രസീവായിട്ട് വളരാത്ത ടൈപ്പുള്ള ട്യൂമേഴ്സ് നമുക്ക് കംപ്ലീറ്റായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എന്തെല്ലാമാണ് നൂതന ചികിത്സാ മാർഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? യെസ്, ഇപ്പം നൂതനമായിട്ട് നമ്മൾ
ഡിറ്റക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ പലതരം ഇമേജിംഗ് സീക്വൻസ് ഉപയോഗിക്കും. ഇത് ട്യൂമറാണോ, എവിടെയൊക്കെ എത്തുന്നുണ്ട്, ഇത് എന്തൊക്കെ നമ്മുടെ ഞരമ്പ് ഉള്ളിലുള്ള മസ്തിഷ്കത്തിനകത്തുള്ള ബ്രെയിനിലുള്ള ട്രാക്ട്സ് എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നെല്ലാം അറിയാനുള്ള ചികിത്സാ രീതിയുണ്ട്, ഡയഗ്നോസ്റ്റിക് രീതികളുണ്ട്. അതിനുശേഷം അത് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് വെച്ച് ഇതിലേ കൂടെ പോയാൽ ഏറ്റവും കുറച്ച് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ പോകാൻ പറ്റും എന്ന് നോക്കിയിട്ട് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ ശേഷം അതിൻ്റെ ബയോപ്സി നോക്കി, ആ ബയോപ്സിയിലൊക്കെ ഇപ്പോൾ വളരെയധികം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ജനറ്റിക് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. ഡോക്ടർ, നേരത്തെ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടരാം. ഈ ട്യൂമർ സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? പലപ്പോഴും ട്യൂമർ വരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ട്യൂമറുകളും സർജറിയിലേക്ക് പോകേണ്ടതുണ്ടോ? നല്ല ചോദ്യമാണ്. കാരണം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ തലവേദനയും ട്യൂമറല്ല, എല്ലാ ട്യൂമറും മാലിഗ്നൻ്റ്, അതായത് മോശമായ ട്യൂമറുകളും അല്ല. അതുപോലെ തന്നെ പ്രധാനമാണ് എല്ലാ ട്യൂമറും ഓപ്പറേറ്റ് ചെയ്യേണ്ടതുമല്ല. എല്ലാ നമ്മൾ പലപ്പോഴും സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ മുഴകൾ, ഇപ്പം മെനിഞ്ചിയോമ എന്നൊക്കെ പറഞ്ഞ ചെറിയ മുഴകളൊക്കെ ചിലപ്പോൾ കാണും. അപ്പം അങ്ങനെയുള്ള മുഴകൾ, അപ്പോൾ അത് വളരാൻ സാധ്യതയില്ലാത്തതാണെന്ന് നമുക്ക് ഇമേജിൽ കാണുന്നതാണെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ എടുത്ത് നോക്കുക. എന്നിട്ട് തീരുമാനിക്കുക ഇത് അത് വലുതാകുന്നുണ്ടെങ്കിൽ നമുക്കത് സർജറിക്ക് പോവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ട്യൂമേഴ്സ് നമുക്ക് ഇപ്പോൾ MRS എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അതിനകത്ത് നമുക്കതൊരു ഇമേജിങ് പത്തോളജിക്കൽ ഇമേജിങ് പോലെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ട്യൂമറിൻ്റെ ക്യാരക്ടർ അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫോക്കസ്ഡ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് വലുതായിക്കൊണ്ടിരിക്കുന്ന മുഴയ്ക്കും പിന്നെ ഒരു വീക്ക്നെസ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിന് ബയോപ്സി നോക്കാനായിട്ട്, പിന്നെ ട്യൂമർ ബേർഡൻ കുറയ്ക്കാനായിട്ട്. കാരണം ട്യൂമർ ബേർഡൻ കൂടുന്നത് റേഡിയേഷനെയും കീമോതെറാപ്പിയും എഫിക്കസിയെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, ബാബു, തൃശ്ശൂരിൽ നിന്ന്. ബാബു, ഡോക്ടറോട് ചോദിക്കാം. ബാബു. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ ബാബു. നമസ്കാരം. ഞാൻ എൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഹലോ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. അയാളുടെ വലത് ഭാഗത്ത് ഒരു മുഴ രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു മുഴ. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ. ബാബു, ചോദിക്കാം. ഹലോ. മുഴ വേദനയൊന്നും ഇല്ല, വേദനയൊന്നുമില്ല, പക്ഷെ അത് വലുതായി വരുന്നുണ്ട്. ഓക്കെ. വലുതായി വരുന്നുണ്ട്, വേദനയൊന്നും ഇല്ല. ഓക്കെ. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇത് പുറത്ത് കാണുന്ന മുഴയാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ, പുറത്ത്. അല്ല, സാധാരണഗതിയിൽ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുറത്ത് കാണാൻ പറ്റില്ല. അല്ല, ഇതിപ്പം അതെ പുറത്ത്, തലയുടെ പുറത്ത്, മുടിയൊക്കെ സൈഡ് ഭാഗത്ത്, ആ ഭാഗത്ത് മാത്രം ചെറിയൊരു മുഴ. അത് മിക്കവാറും പുറത്തുനിന്നുള്ളതാവാനാണ് സാധ്യത. പിന്നെ അപൂർവമായിട്ട് തലയ്ക്കുള്ളിൽ ഇപ്പം മെൻഷ്യോമ എന്ന് പറഞ്ഞ മുഴ ബോണിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കുകയും അത് പുറത്തൊരു തടിപ്പ് പോലെ കാണാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് പുറത്തുനിന്നുണ്ടാകുന്നതാണ്. അത് അവിടെയുള്ള മെഡിക്കൽ കോളേജിൽ കാണിച്ചാൽ മതി. ന്യൂറോ സർജറി ഇൻ്റർവെൻഷൻ വേണ്ടതാണെങ്കിൽ അവർ നോക്കിയിട്ട് പറഞ്ഞുതരും. എന്നാലും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, അത് എത്രത്തോളം ഉള്ളിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളത് സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ഡോക്ടർ, ബാബുവിന് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചത് സർജറിയെ കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി. സർജറിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? കൊള്ളാം. ഇതും എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യമാണ്. ആദ്യം ചോദിക്കുന്നത്, സാർ ഈ സർജറി വിജയകരമായിരിക്കുമോ എന്നാണ്. ഞാനൊരു വളരെ നാൾക്ക് മുമ്പേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനീ കാണിച്ചിട്ടിരിക്കുന്ന സ്കാനിലൊക്കെ ആൾക്കാർ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തപ്പോഴും അവർക്ക് കാര്യമായ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ്, അതായത് വീക്ക്നെസ്സോ ഒന്നും ഇല്ലാതെയാണ് ഈ പോകുന്നത്. അത് ട്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ട്യൂമറിൻ്റെ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഡെപ്തിൽ ഉള്ള ട്യൂമറുകൾക്ക്, അതുപോലെ ഇപ്പോൾ ഗ്ലയോമ അല്ലെങ്കിൽ ഡെപ്തിൽ ഉള്ള ട്യൂമറുകൾ, സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ട്യൂമറുകളാണെങ്കിൽ അത് എലക്വൻ്റ് ഏരിയാസ്, അതായത് നമ്മുടെ ബ്രെയിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിനൊക്കെ അടുത്തുള്ളതാണെങ്കിൽ വീക്ക്നെസ്സൊക്കെ വരാം.
ഫിറ്റ്സ് വരാം, വീക്ക്നെസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ രീതികൾ കഴിയുന്നത്ര ഈ വീക്ക്നെസ്സുകളൊന്നും വരാതിരിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സർജറി കൊണ്ടും ഇതും കൊണ്ടും മാത്രം ട്രീറ്റ്മെൻറ്റ് കഴിയുന്നില്ല. ഈ വീക്ക്നെസ് അഥവാ ഡെവലപ്പ് നമ്മൾ ആദ്യമേ പറയും, വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പറയും. അപ്പോൾ അങ്ങനെ വീക്ക്നെസ് വരുന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി നമ്മൾ കഴിയുന്നത് ഏർലി ആയിട്ട് ചെയ്യാറുണ്ട്. പോസ്റ്റപ്പ് പീരീഡിൽ സ്റ്റേബിളായി കഴിയുമ്പോൾ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഒരു കഴിവുണ്ട്, ഒരു ഭാഗം ഡാമേജ് ആയി കഴിയുമ്പോൾ മറ്റൊരു ഭാഗം ചിലപ്പോൾ ആ കഴിവ് പോലെ ഇരിക്കും, അത് ടേക്ക് ഓവർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കഴിവാണത്. അതായത് അത് ഒരു ഡാമേജ് വന്ന് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ഫങ്ഷൻ അടുത്തുള്ളയോ അപ്പുറത്തുള്ള വേറൊരു ഭാഗം ടേക്ക് ഓവർ ചെയ്യുക, അതും അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാമേജ് വന്നു എന്ന് പറയുന്നത് പെർമനൻറ്റ് ഡാമേജ് ആയിട്ട് കാണല്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ നൂതന ചികിത്സാരീതികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? യെസ്, കേരളത്തിൽ മെയിനായിട്ട് 5 മെഡിക്കൽ കോളേജാണ്. ട്രിവാൻഡ്രം, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഉള്ളത്. ഇവിടെയെല്ലാം ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാം, ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെയധികം വിലപിടിപ്പുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സാണ്. കോടികൾ വിലയുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാവിഗേഷൻ എന്നൊക്കെ പറഞ്ഞത് 1.5 കോടി 2 കോടി രൂപ വിലയുള്ള ഉപകരണമാണ്. അതുപോലെ സർജിക്കൽ മൈക്രോസ്കോപ്പ്, വളരെ അഡ്വാൻസ്ഡ് സർജിക്കൽ മൈക്രോസ്കോപ്പാണ് നമുക്കിരിക്കുന്നത്. എൻഡോസ്കോപ്പി സിസ്റ്റം, ഇൻട്രാഓപ്പറേറ്റീവ് അൾട്രാസൗണ്ട് ഉണ്ട്, ഇൻട്രാഓപ്പറേറ്റീവ് ആൻജിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പഴയ കാലത്തിനെക്കാട്ടിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും വെച്ചാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ ക്യാൻസറും ട്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ട്യൂമറുകളും ക്യാൻസർ ആണോ? അതെ, നമ്മൾ സാധാരണ ക്യാൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ട്യൂമറുകളെയാണ് ക്യാൻസർ എന്ന് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ മാലിഗ്നൻ്റ് എന്നും പറയും. അതായത് പെട്ടെന്ന് വളരുക, അടുത്തും ദൂരെയുള്ള ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുക, ബ്ലഡിലൂടെയും പോവുക. ഇതിനെയാണ് സാധാരണ ക്യാൻസർ അല്ലെങ്കിൽ മാലിഗ്നൻസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്യൂമർ എന്ന് പറയുമ്പം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ട്യൂമർ ഒരു മുഴയെന്നുള്ളതാണ് മലയാളത്തിൽ അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മുഴകളും ക്യാൻസർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ട്യൂമറുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസം, നമ്മുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡുമാണ്. നമ്മുടെ അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഡിപ്രഷനും അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അത് രോഗപ്രതിരോധ ശേഷിയെ പോലും അത് ബാധിക്കും. ഈ ക്യാൻസർ ട്യൂമർ ട്രീറ്റ്മെൻറ്റിലും ബോഡിക്കൊരു ഭാഗമുണ്ട്, അതിനൊരു ഫങ്ഷനുണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള. അപ്പോൾ അതിനെയൊക്കെ അത് ബാധിക്കാം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കാം, അത് ചികിത്സയെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടെ പോവുക, ഇത് ക്യൂർ ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ. ഈ ട്യൂമർ വന്ന ശേഷം പൂർണ്ണമായി പോകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകും? ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് മറ്റു ഭാഗത്തുനിന്ന് വ്യാപിക്കുന്ന ട്യൂമറുകൾ കൂടുതലായതുകൊണ്ട് ആ രീതിയിലൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ പല ട്യൂമറുകളും നമ്മൾ ബിനൈൻ ട്യൂമേഴ്സാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ അത് തീർന്നു. അതല്ലാതെ ഇപ്പം മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് തുടർ ചികിത്സയുണ്ടല്ലോ. അതിന് കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷനുണ്ട്, പിന്നെ അങ്ങോട്ട് ഫോളോ അപ്പ് ഉണ്ട്. അപ്പം ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഈ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ അസസ് ചെയ്യുന്ന സാധാരണ 5 ഇയർ സർവൈവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് വെച്ചിട്ടാണ്. അതൊക്കെ പഴയ കാലത്തിനെക്കാട്ടിലും ഇപ്പോൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം കൂടിയാണല്ലോ. അപ്പോൾ ഈ വർഷത്തെ സന്ദേശം എന്താണ്? ഈ പ്രാവശ്യത്തെ സന്ദേശം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടുപിടിക്കുക, ക്യൂർ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻഷൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആക്ച്വലി ബ്രെയിൻ ട്യൂമേഴ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റുള്ള ക്യാൻസേഴ്സ് എന്നുള്ള സ്പ്രെഡ് ആയതുകൊണ്ട് അത് ഇപ്പം സ്മോക്കിങ്, ആൽക്കഹോളിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വൈറൽ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. പിന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെൻറ്റ്. ബ്രെയിൻ ട്യൂമർ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം യൂണിറ്റ് ചീഫും പ്രൊഫസറുമായ ഡോക്ടർ ബിജു ഭദ്രനാണ്. നന്ദി ഡോക്ടർ. നന്ദി, നമസ്കാരം. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി.